വെള്ളായണി കായലെടുത്ത കൃഷിഭൂമിയുടെ നഷ്ടപരിഹാരത്തിനായി 600-ലധികം കുടുംബങ്ങൾ കാത്തിരിപ്പ് തുടങ്ങിയിട്ട് വർഷങ്ങൾ കഴിയുകയാണ്. മറ്റൊരു പ്രശ്നമാണ്. ഇന്നും പരിഹാരത്തിനായി സർക്കാർ ഓഫീസുകൾ കയറിയിറങ്ങിയാണ് പ്രദേശത്തെ പരമ്പരാഗത കർഷകരും എന്നുള്ളത് വലിയ വിഷമമുണ്ടാക്കുന്ന കാര്യമാണ്. കർഷകരിൽ നിന്ന് ഭൂമി കൈമാറ്റം ചെയ്ത് ലഭിച്ചവരും ഇതേ അവസ്ഥയാണ്. വെള്ളായണി കായൽ ശുദ്ധജല തടാകമായി സർക്കാർ പ്രഖ്യാപിച്ചതോടെയാണ് പ്രദേശത്തെ കൃഷി നിലച്ചുപോയത്. നഷ്ടപരിഹാരമെങ്കിലും സർക്കാർ അനുവദിക്കണമെന്നാണ് ഇപ്പോഴത്തെ കർഷകരുടെ ആവശ്യം. 600-ലധികം കുടുംബങ്ങൾ കൃഷി മാത്രം ഉപജീവനമാർഗമാക്കിയിരുന്ന വെള്ളായണി കായലിനോട് ചേർന്നുള്ള പ്രദേശം, കൃഷി മാത്രമുണ്ടായിരുന്ന പ്രദേശം. പക്ഷേ ഇന്ന് കഥ അങ്ങനെയല്ല. കായലിൽ മുങ്ങിപ്പോയ ഈ ഭൂമിക്കായി നഷ്ടപരിഹാരത്തിനായി ഇവർ കയറിയിറങ്ങാത്ത സർക്കാർ ഓഫീസുകളില്ല. നൂറ്റാണ്ടുകാലം മുന്നേ വെള്ളായണിക്കായലിനോട് ചേർന്നുള്ള ഭൂമിയിൽ കൃഷി ചെയ്തവരാണ് വെങ്ങാനൂർ, കള്ളിയൂർ പഞ്ചായത്തുകളിലെ കർഷകർ. എന്നാൽ വെള്ളായണിക്കായൽ ശുദ്ധജല തടാകമായി സർക്കാർ പ്രഖ്യാപിച്ചതോടെയാണ് പ്രദേശത്തെ കൃഷി നിലച്ചത്. ഇനി ഗവൺമെന്റിന് ഒന്നുകിൽ നമുക്കൊരു കാര്യം ചെയ്യണം. ഇവിടെ ഈ കർഷകർക്ക് വെള്ളം വറ്റിച്ച് ഇവിടെ കൃഷി ചെയ്യാൻ വേണ്ടിയുള്ള ഒരു അനുവാദം കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യാം. ശുദ്ധജലത്തിന് വേണ്ടി ഒരു പോർഷൻ ഇവിടെ എടുത്തിട്ട് നമുക്ക് കർഷകർക്ക് കൃഷി ചെയ്യാനുള്ള ഒരു ബണ്ട് തീർത്തിട്ട് വെള്ളം വറ്റിച്ച് തന്നു കഴിഞ്ഞാൽ നമുക്കത് ചെയ്യാൻ പറ്റും. പക്ഷെ അതും ചെയ്തു തരുന്നില്ല. ഇതൊന്നും നടക്കാത്തൊരവസ്ഥയിലാണ്. ഇപ്പം നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ്. 15 സെന്റ് മുതൽ ഒരേക്കർ വരെയുള്ള ചെറുകിട കർഷകരാണ് ഭൂമിയുടെ ഉടമകൾ. വെള്ളത്തിലായത് പ്രദേശത്തെ 217 ഏക്കർ നെൽപ്പാടങ്ങൾ. നഷ്ടപ്പെട്ടതാകട്ടെ 600-ലധികം കർഷക കുടുംബങ്ങളുടെ ഒരു ജീവിതകാലത്തെ സമ്പാദ്യം. 38 സെന്റ് വസ്തുവിന് കരയടയ്ക്കുകയും 1 സെന്റ് നമുക്കിന്ന് കിടക്കാനില്ലാത്ത അവസ്ഥയിൽ ഞങ്ങൾ കണ്ണീര് തന്നെയാണ്. അത്രയ്ക്കും ഇത് കിട്ടുമെന്ന് പ്രതീക്ഷയിലാണ് ഇദ്ദേഹം കൊണ്ടുവന്നത് ഭൂമി വച്ചത്. അത് ഞങ്ങൾക്ക് അവസാനം കണ്ണീര്. അച്ഛൻ എപ്പോഴും പറയടി ആ പൈസ കിട്ടുമ്പോൾ നമുക്കത് എടുക്കാം. പക്ഷെ അത് നടന്നില്ല. കയറിക്കിടക്കാടം നഷ്ടപ്പെട്ടു. ബാക്കി മറ്റു പെൺകുട്ടികളെ കല്യാണം കഴിച്ച് വിടാൻ പറ്റുന്നില്ല. അങ്ങനെയൊക്കെയുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും ഉണ്ട്. ഞങ്ങൾക്ക് കുടിവെള്ള പദ്ധതിക്ക് ഞങ്ങൾ ഒരിക്കലും എതിരല്ല. പക്ഷേ ഞങ്ങൾക്ക് ഇത് അർഹമായ ഒരു നഷ്ടപരിഹാരം തരിക, ഞങ്ങളെ ഈ ദുരിതത്തിൽ നിന്ന് കരകയറ്റുക, അല്ലാതെ വേറെ ഒരു ഇതും ഞങ്ങൾക്ക് പറയാനില്ല. കൃഷിഭൂമി തിരികെ ലഭിക്കുന്നതിനായി വലിയ സമരങ്ങൾ നടത്തിയ ചരിത്രമുണ്ട് ഈ കർഷകർക്ക്. എന്നാൽ ഇന്നിവിടെ വീണ്ടും കൃഷി ചെയ്യാമെന്നത് ആലോചനയിൽ പോലുമില്ല. മറിച്ച് നഷ്ടപരിഹാരം ലഭിച്ചെങ്കിൽ ജീവിതം പച്ചപിടിപ്പിക്കാമായിരുന്നുവെന്ന പ്രത്യാശ പങ്കുവയ്ക്കുന്നു കർഷകർ. കാലതാമസം ഒഴിവാക്കി ന്യായമായ സ്ഥലവില നൽകി ഈ ഭൂമി ഏറ്റെടുക്കണമെന്ന് തീരുമാനിച്ചു. വർഷം 8 ആകാൻ പോവുകയാണ്. ഇതുവരെ ആ നഷ്ടപരിഹാരം കൊടുക്കുവാൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. ഉദ്യോഗസ്ഥന്മാരുടെ തടസ്സം മൂലം ഇതിങ്ങനെ നീണ്ടു പോവുകയാണ്. ഈ കർഷകരുടെ 750 കുടുംബങ്ങൾ മാത്രമല്ല, 1000-ഓളം കർഷക തൊഴിലാളികൾ ഇവിടെ തൊഴിൽ ചെയ്ത് ജീവിച്ചിരുന്നു. തങ്ങളുടെ കാലങ്ങളായിട്ടുള്ള സമ്പാദ്യം ഇങ്ങനെ ഈ കായലിൽ മുങ്ങി പോകുന്നത് നോക്കി നിൽക്കാനേ ഇതുവരെ ഈ പാവങ്ങൾക്ക് കഴിഞ്ഞിട്ടുള്ളൂ. മാറി വരുന്ന സർക്കാരുകൾ ഇതിന് പരിഹാരം കാണണമെന്നുള്ളതാണ് കർഷകരുടെ ആവശ്യം. ക്യാമറമാൻ സജീവനും വിഷ്ണുവിനോടൊപ്പം മേഘ്ന മുരളി, 24 തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. ന്യായമായ ആവശ്യമാണ്. എത്രയോ വർഷങ്ങളായി ഇതുപോലെ സർക്കാർ ഓഫീസുകൾ കയറിറങ്ങിയാണിവർ. ഇതേ കാര്യമാണ്, ഇതേ ആവശ്യം മാത്രമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അപ്പോഴും അധികാരികൾ അവർക്കൊപ്പം നിൽക്കുന്നില്ല എന്നതാണ് അവർ വിഷമത്തിലാക്കിയിരിക്കുന്നത്. ഇനിയിപ്പോൾ ആരോട് പോയി പറയുമെന്ന ചോദ്യം മാത്രം അവശേഷിക്കുകയാണ്. അധികാരികൾ ഇത് കാണുന്നുണ്ടെങ്കിൽ ഒരു ഇടപെടൽ അക്കാര്യത്തിൽ ഉണ്ടാകണം എന്ന് ഞങ്ങളും ആഗ്രഹിക്കുകയാണ്. ഇതിപ്പോൾ നേരത്തെ നമ്മുടെ കമന്റ് ബോക്സിൽ രഘുനന്ദൻ എന്ന് പറയുന്ന നമ്മുടെ പ്രേക്ഷകൻ ഒരുപാട് നേരമായി ഒരു വാർത്ത ഇങ്ങനെ പറയുന്നുണ്ട്. കൊല്ലത്ത് തട്ടുകടയിൽ വെളിച്ചെണ്ണയിൽ പ്ലാസ്റ്റിക് ഉരുക്കി പലഹാരങ്ങൾ ഉണ്ടാക്കിയത് കണ്ടുപിടിച്ചിട്ടും ഭക്ഷ്യസുരക്ഷാ വകുപ്പ് നടപടിയെടുത്തില്ല എന്ന ആക്ഷേപമുണ്ട്. അത് അന്വേഷിക്കുക എന്ന് രഘുനന്ദൻ തിരുമുല്ലവാരം പറയുന്നു. രഘുചേട്ടാ, അത് ഇപ്പോൾ നമ്മുടെ അരുൺ രാജിനോട് ഇക്കാര്യം ചോദിച്ചപ്പോൾ അതിനകത്ത് നടപടിയില്ല എന്നുള്ളതല്ല, ഭക്ഷ്യസുരക്ഷാ വകുപ്പ് അതിൻ്റെ സാമ്പിൾ ശേഖരിച്ചിട്ട് തിരുവനന്തപുരത്തേക്ക് അയച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ പരിശോധന നടത്തി ആ റിപ്പോർട്ട് കിട്ടിയ ശേഷമായിരിക്കും ഒരു നടപടിയോ എന്താണോ തീരുമാനമെന്നോ ഉണ്ടാവുക. അല്ലാതെ ആ കേസ് അവർ ഒഴിവാക്കിയിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം.